പരിശുദ്ധ സഭയുടെ അടിസ്ഥാന വിശ്വാസങ്ങളിലൊന്നാണ് മറിയം നിത്യകന്യകയാണ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധ അമ്മയ്ക്ക് മറ്റ് മക്കൾ ഉണ്ടായിരുന്നില്ല. മറ്റ് മക്കളുണ്ടെങ്കിൽ, ഏറ്റവും സിമ്പിൾ ലോജിക്, മറ്റ് മക്കളുണ്ടെങ്കിൽ യോഹന്നാന്റെ കയ്യിലോട്ട് മാതാവിനെ ഏൽപ്പിച്ചു വിടുന്നത് യഹൂദ മതാചാര പ്രകാരം നിയമവിരുദ്ധമാണ്. ഒരു അന്യപുരുഷന്റെ കയ്യിലേക്ക് പെറ്റതള്ളെ കൊടുത്തു വിടുന്നത് യഹൂദ മതാചാര പ്രകാരം നിയമവിരുദ്ധമാണ്. അപ്പോൾ മറ്റ് മക്കളുണ്ടെങ്കിൽ യോഹന്നാനെ ഏൽപ്പിക്കില്ല. അത് അവിടെ നിൽക്കട്ടെ. അപ്പൊ ഇവള് ചോദിക്കുകയാണ്, ഈ പെൺകുട്ടി ചോദിക്കുകയാണ്, ഇതെങ്ങനെ സംഭവിക്കും? ഏതെങ്ങനെ സംഭവിക്കും? പറ. നീ ഗർഭം ധരിക്കും, ഒരു പുത്രനെ പ്രസവിക്കും. അപ്പോഴേ പറയുന്നത് ഇത് എങ്ങനെ സംഭവിക്കും? അതന്നെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. കല്യാണം ഉറപ്പിച്ച് കല്യാണ തീയതി നിശ്ചയിച്ചിരിക്കുന്ന ഒരു പെൺകുട്ടിയോട് ദൂതം വന്നിട്ട് പറയാണ്, നീ ഗർഭം ധരിക്കും, നീ ഒരു പുത്രനെ പ്രസവിക്കും എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു ഡൗട്ട് വരേണ്ട കാര്യം എന്താ? കല്യാണം കഴിച്ചാൽ ഗർഭം ധരിക്കില്ലേ? പുത്രനെ പ്രസവിക്കില്ലേ? എങ്ങനെ എഴുതിയിരിക്കുന്നത്? ജോസഫ് എന്ന പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക്. അങ്ങനെയല്ലേ പറയുന്നത്? എന്ന് പറഞ്ഞാൽ കല്യാണം ഉറപ്പിച്ചിരിക്കുകയെന്ന്, ഒറ്റ കൊല്ലത്തിനുള്ളിൽ കല്യാണം നടക്കുമെന്ന്. അപ്പൊ ഈ കൊച്ചിന് അറിഞ്ഞൂടെ കല്യാണം കഴിഞ്ഞ് ഇവർ തമ്മിൽ ദാമ്പത്യ ബന്ധം പുലർത്തി ഇവൾ ഗർഭിണിയായി കുഞ്ഞിനെ പ്രസവിക്കും. അങ്ങനെ വിചാരിച്ചൂടെ? പിന്നെ നീ ചോദിക്കുന്നേ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, പരിശുദ്ധ അമ്മയ്ക്ക് ഒരിക്കലും മനസ്സിലാവുന്നില്ല ഇതെങ്ങനെ സംഭവിക്കും. ഞാൻ പുരുഷനെ അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, സഭാപിതാക്കന്മാരുടെ മനസ്സിൽ ഈ വചനത്തിന് ഒറ്റ വ്യാഖ്യാനമേ ഉണ്ടായിരുന്നുള്ളൂ. മറിയം നിത്യകന്യകാവ്രതം ദൈവത്തോട് നേർന്നിരുന്ന ആളാണ്. അപ്പോൾ ഭാര്യയും ഭർത്താവും, അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ പോകുന്ന പുരുഷനും ഈ പെൺകുട്ടിയും തമ്മിൽ പരസ്പരം സമ്മതിച്ച് കന്യകാവ്രതം ജീവിതകാലം മുഴുവൻ നിലനിർത്തിയിരുന്ന ഒരു സമ്പ്രദായം അവിടെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പൗലോസ് ശ്രീ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇനി കന്യകകളായിട്ട് ജീവിക്കുന്ന ആളുകളെ കുറിച്ച് പറയാന്നൊക്കെ പറഞ്ഞ് പൗലോസ് എഴുതുന്നുണ്ട്. അപ്പൊ ശ്രദ്ധിക്കേണ്ടത്, പരിശുദ്ധ അമ്മ നിത്യകന്യകാത്വം നേർന്നിരിക്കുന്ന, വ്രതമെടുത്തിരിക്കുന്ന, മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ സിസ്റ്റേഴ്സ് എടുക്കുന്ന പോലെ വ്രതമെടുത്തിരുന്ന ഒരാളാണ്. മനസ്സിലായോ? അപ്പോൾ ആ ആള് ചോദിക്കുകയാണ്, ഇതെങ്ങനെ സംഭവിക്കും? ഞാനൊരു സിസ്റ്ററാണല്ലോ, ഇതെങ്ങനെ സംഭവിക്കും? മനസ്സിലാവുന്നുണ്ടോ? ഇത് ഡാനിയേലച്ചൻ പറയുന്നതല്ല. ഇങ്ങനെയാണ് യോഹന്നാന്റെ ശിഷ്യൻ പോളികാർപ്പിന്റെ ശിഷ്യൻ ഇരണേവൂസ്, ഇങ്ങനെ സഭയിലെ പിതാക്കന്മാര് വേദപുസ്തകത്തെ വ്യാഖ്യാനിച്ചത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ, കർത്താവിനെ കണ്ടവരും കർത്താവിനെ കണ്ട അപ്പസ്തോലന്മാരെ കണ്ടവരും ബൈബിളിനെ വ്യാഖ്യാനിച്ചത് ഇങ്ങനെയാണ്. ഇന്നലെ മുളച്ച തകരകൾ ബൈബിൾ വ്യാഖ്യാനിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കരുത്. 2000 വർഷമായിട്ട് സഭ എങ്ങനെയാണ് ഇതിനെ വ്യാഖ്യാനിച്ചത്, അതാണ് നമുക്ക് പ്രമാണം. 100 കൊല്ലം മുമ്പുണ്ടായ ഒരു സമ്പ്രദായത്തിൽപ്പെട്ട ഒരു സഭയെന്നൊന്നും വിളിക്കാൻ പറ്റില്ല അതിനെ, ഒരു കൂട്ടത്തിൽപ്പെട്ട ഒരാൾ പറയാണ് ഇതാണ്, അത് നമ്മൾ വിശ്വസിക്കരുത്. 2000 വർഷത്തെ അപ്പസ്തോലിക പാരമ്പര്യമുള്ള തിരുസഭയിൽ ഈ ബൈബിൾ ഭാഗത്തെ എങ്ങനെ, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പരിശുദ്ധ അമ്മ അനാഥയാണ്, ആരുമില്ലാത്ത ആളാണ്. അങ്ങനെ ഇരിക്കുന്ന ഈ പെൺകുട്ടിക്ക്, അങ്ങനെ ഇരിക്കുമ്പോൾ ഇതാ ഒരു ദൈവദൂതന്റെ ദർശനം ഉണ്ടാകുന്നു. അവൻ വന്നിട്ട് പറയാണ്, നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. അപ്പൊ ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അപ്പൊ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസി എന്ന് പറഞ്ഞാൽ ഇതൊരു അതിസ്വാഭാവിക ജനനമാണ്. നിങ്ങൾ ഇനി ഒരല്പം ശ്രദ്ധിക്കുക. നമ്മുടെ ചെറുപ്പക്കാരൊക്കെ വന്നിട്ടുള്ളതുകൊണ്ട് കുറച്ച് സയൻസ് പറയാം. അതായത് ലോകത്ത് പുരുഷനുമായി ബന്ധപ്പെടാതെ സ്ത്രീ ഗർഭം ധരിച്ച സാഹചര്യങ്ങൾ ലോകത്ത്, എൻ്റെ ഒരു വായനയുടെ അറിവ് ഞാൻ പറയുകയാണ്, ഏതാണ്ട് 7 സംഭവങ്ങളുണ്ട്. മനുഷ്യരും മൃഗങ്ങൾ കേട്ടോ, മെയിൽ റിലേഷൻഷിപ്പ് ഇല്ലാതെ ഗർഭം ധരിച്ച എന്ന് പറഞ്ഞാൽ പുരുഷ സംബന്ധമില്ലാതെ ഗർഭം ധരിച്ച ഏതാണ്ട് 7 സാഹചര്യങ്ങളുണ്ട്. അതിൽ ഈ ശാസ്ത്രജ്ഞന്മാര് പലത് ഐഡന്റിഫൈ ചെയ്തിട്ട് ചിലതൊക്കെ അവർ മാറ്റിയിട്ട് ഒരു 4 കേസ് മാറ്റി വെച്ചിട്ട് ആ 4 കേസിൽ അവരത് സ്ഥിരീകരിച്ചു. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ സയൻസിന് വിശദീകരിക്കാൻ പറ്റുന്ന ചില വിധത്തിൽ അവരതിനെ അവരതിനെ അംഗീകരിച്ചു. എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കണം, പുരുഷ ബന്ധമില്ലാതെ ഒരു സ്ത്രീ ഏതെങ്കിലും ഒരു അതിസ്വാഭാവിക രീതിയിൽ ഗർഭം ധരിച്ചാൽ, ഇന്നേ വരെ ലോകത്ത് സംഭവിച്ചിട്ടുള്ള ഈ കേസുകളിലെല്ലാം എന്തെന്നറിയാമോ, ഈ സ്ത്രീ പ്രസവിക്കുന്നത് സയന്റിഫിക്കലി പറയാവോ, ഒരാണിനെ ആയിരിക്കുമോ പെണ്ണിനെ ആയിരിക്കുമോ? ഒരിക്കലും ഒരാണിനെ പ്രസവിക്കില്ല.
മനസ്സിലായോ? ഒരു പുരുഷ ബീജത്തിന്റെ സഹായം ഇല്ലാതെ ഒരു പെൺകുട്ടി ഏതെങ്കിലും ശാസ്ത്രത്തിന് വിശദീകരിക്കാൻ പറ്റുന്ന ഒരു നാച്ചുറൽ റീസണിൽ പ്രഗ്നന്റ് ആയാൽ അത് 101% ഷുവർ അതൊരു പെൺകുട്ടിയായിരിക്കും. മനസ്സിലായോ? അപ്പൊ എന്ന് പറഞ്ഞാൽ ഈ ബൈബിളിൽ പറയുന്ന ഈ സംഭവത്തെ ഒരു ഹ്യൂമൻ റീസൺ കൊണ്ടും വിശദീകരിക്കാൻ പറ്റില്ല. ആൺകുട്ടി ജനിക്കില്ല, അത് ഉറപ്പാണ്. സയന്റിഫിക്കലി, മെഡിക്കലി, ബയോളജിക്കലി ജനിക്കില്ല. ഡോക്ടേഴ്സ് അറിയാവുന്നവരൊക്കെ ഉണ്ട്, ഞാനീ പറയുന്ന അവർക്ക് പിടിയിട്ടു ജനിക്കില്ല. അപ്പൊ എന്ന് പറഞ്ഞാൽ ലോകത്തെ ഒരു മനുഷ്യന്റെ ഒരു മാപിനി കൊണ്ടും ഒരളവുകോല് കൊണ്ട് അളന്നാലും ഇത് ഒരിക്കലും ഹ്യൂമൻലി പോസിബിൾ അല്ല. അങ്ങനെ ഒരു കാര്യമാണ് സംഭവിക്കാൻ പോകുന്നത്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവശ്യിക്കും, നീ ഗർഭിണിയാവും.